ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് സ്നേഹപൂർവ്വം വന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി യേശു വചനം കേൾക്കുവാനായിട്ട്, ആ വചനം സ്നേഹപൂർവ്വം ധ്യാനിച്ച് ജീവിതത്തിലേക്ക് ചേർക്കുവാനായിട്ട് ഒരു അവസരവും ഭാഗ്യം കിട്ടുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരായ, യേശുവിൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരായ നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. അവനോടൊത്താണ് യാത്രയെങ്കിലും എന്തുമാത്രം അവൻ്റെ ആശയങ്ങളോടും സ്വപ്നങ്ങളോടും താല്പര്യങ്ങളോടുമൊക്കെ ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വെറുതെ ഒരു ചോദ്യമാവാം, യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ടോ? അത്തരം ഒരു ചോദ്യം ഓരോ ഭക്തനും സ്വയമേ ഒന്ന് അവനവൻ്റെ പ്രാർത്ഥനപ്പായിൽ നിന്നും ചോദിച്ചാൽ, യേശുവിൽ എനിക്ക് വിശ്വാസമുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാവും ഏതൊരാൾക്കും കണ്ടെത്തുവാൻ പറ്റുന്ന ഉത്തരം. യേശുവിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ആ ഒരു ഉത്തരത്തിൻ്റെ സന്തോഷത്തിലും തൃപ്തിയിലുമായിരിക്കുന്ന ഓരോ ഭക്തനും വെറുതെ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാം, ഈ യേശുവിന് എന്നെ വിശ്വാസമുണ്ടോ? അത് യേശുവിൻ്റെ മീതെ ഒരു സംശയത്തിൻ്റെ ചോദ്യം ചോദിക്കുകയോ യേശുവിനിൽ ഒരു കുറവ് കണ്ടെത്താനുള്ള ഉദ്ദേശം ഒന്നുമല്ല. യേശുവിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതൊന്ന് ഓർക്കുവാനും ഉറപ്പുവരുത്തുവാനും ഒരു പരിശ്രമം നടത്തണം. അതിന് ശേഷം ഈ രണ്ടാമത്തെ ചോദ്യം ചോദിക്കണം, യേശുവിന് എന്നെ വിശ്വാസമാണോ? അങ്ങനെ എന്നെ വിശ്വാസത്തിലെടുക്കാനായിട്ട് പാകത്തിലാണോ എൻ്റെ ജീവിതം? അവിടെയാണ് ആ ഒരു ചോദ്യം ഉന്നം വെച്ചത് യേശുവിനെ ആയിരുന്നില്ല, നമ്മളിലെ ഓരോരുത്തരുടെയും ഭക്തജീവിതത്തെ തന്നെയാണ്. യേശുവിന് വിശ്വാസത്തിലെടുക്കുവാനായിട്ട് പാകപ്പെട്ട, അതിനോട് യോജിക്കുന്ന വിധത്തിലുള്ളൊരു ജീവിതമാണോ നമ്മൾ ഓരോരുത്തരും നയിക്കുന്നത്? അതല്ല, അത്തരമൊരു ജീവിതം ആഗ്രഹിക്കുവാനെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ആവുന്നു, യേശു ഭക്തർക്ക് ഒട്ടും നല്ലതല്ലാത്ത വാർത്തകൾ വരുന്നു, അത് തന്നെ നമ്മൾ ആഘോഷമാക്കുന്നു. അപ്പം പൊതുവെ യേശു ഭക്തി, വിശുദ്ധ കുർബാന, കൂദാശകളൊക്കെ തന്നെ ആരെല്ലാമോ എവിടെല്ലാമോ കൂട്ടം കൂടിയും ഒറ്റയ്ക്ക് നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണ വിശ്വാസിക്കും ഭക്തനും പോലും എന്തെല്ലാം ഒരു ചാഞ്ചല്യമുള്ളിൽ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് പരിപൂർണമായൊരു വിശ്വാസം യേശുവിലുണ്ടെന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം ആ യേശുവിനെ എന്നെ വിശ്വാസത്തിലെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോയെന്ന്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ഒരു സംഭവമുണ്ട്. ഒരു അധികാരി അവനോട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശിക്കാനായിട്ട്, നിത്യജീവനെ നേടുവാനായിട്ട് ഞാൻ എന്തു ചെയ്യണം? ഒരു നല്ല ചോദ്യവുമായിട്ട് യേശുവിനെ സമീപിക്കുന്ന ഒരു മനുഷ്യനാണ്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ഈ ഒരു വേദഭാഗം നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. നിത്യജീവനെ അവകാശിപ്പാനായിട്ട് ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ യേശുവിനെ ഒരു നല്ല ചോദ്യവുമായി ഒരുവനെ സമീപിക്കുകയാണ്. യേശുവിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ, നീ എന്തുകൊണ്ട് എന്നെ നല്ലവനെന്ന് വിളിച്ചു? ദൈവമല്ലാതെ നല്ലവൻ ആരാണ്? എന്തുകൊണ്ട് എന്നെ നല്ലവനെന്ന് വിളിച്ചു? ദൈവമല്ലാതെ നല്ലവനായിട്ട് മറ്റാരുമില്ല. അതുതന്നെ ഓരോ ഭക്തരുടെയും ജീവിതത്തിലേക്ക് യേശുവിൻ്റെ വലിയൊരു തിരുത്തലാണ് ഇറങ്ങി വരുന്നത്. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിൻ്റെ അകത്തും അതിൻ്റെ ഭാഗവുമായി നിന്നുകൊണ്ടുള്ള ആരാധന എന്നതിനും അപ്പുറത്ത് വ്യക്തിപരമായ ഒരു അടുപ്പവും ആദരവും യേശുവിനോട് തോന്നുന്നുണ്ടോ? ഭൂമി ജീവിതകാലം യേശു പൂർത്തിയാക്കി കടന്നു പോകുന്നത് വരെ ഭൂമിക്ക് നൽകിയ ആ മാർഗനിർദ്ദേശങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ, ഉപദേശങ്ങൾ, പങ്കുവച്ച സങ്കടങ്ങൾ, നേരിട്ട മനുഷ്യർ, അവരുടെ ഓരോരുത്തരുടെയും ജീവിതവും ജീവിത പശ്ചാത്തലവും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ സ്വാഭാവികമായി നമ്മളിങ്ങനൊരു ഒരു ഓട്ടത്തിൻ്റെ ട്രാക്കിൽ പെട്ടുപോയതുകൊണ്ട്, നിൽക്കാനാവാത്തത് കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണോ? ഇനി ഓടുന്നത്
ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണോ? നമ്മൾ ഇനി എവിടെയെങ്കിലും എത്തിച്ചേരുന്നൊരു സമയത്ത് ദിക്ക് മാറിപ്പോയവൻ്റെ ഒരു ലജ്ജ നമുക്ക് അനുഭവിക്കും. അതുകൊണ്ടാണ് ആ യേശുവിൽ എനിക്കുള്ള വിശ്വാസത്തെ ഒന്നും കൂടി ഉറപ്പ് വരുത്തുവാനും അതൊന്നും കൂടി ബലപ്പെടുത്തുവാനും അതോടൊപ്പം എൻ്റെ ഈ ചെറിയ ജീവിതത്തെ യേശുവിന് കുറേ കൂടി വിശ്വാസത്തിലെടുക്കുവാനായിട്ട് ഒന്നും കൂടി പാകപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ഓരോ ഭക്തനോടും യേശു ചോദിക്കുന്നുണ്ട്, എന്നെ ദൈവമെന്ന് നീ ശരിക്കും രുചിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഞാൻ യഹോവയാണ്, ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന് നീ രുചിച്ചറിയണം. അപ്പോൾ അത്തരമൊരു വ്യക്തിപരമായ ഒരു താതാത്മ്യം പ്രാപിക്കൽ യേശുവുമായിട്ട് നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എന്തായാലും നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല. പ്രമാണങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, ആ പ്രമാണങ്ങളൊക്കെ നീ കൃത്യമായിട്ട് പാലിക്കുക. മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ ആ കൽപ്പനകളെയൊക്കെ ആ യേശു ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമാണങ്ങൾ, ഇത് പാലിക്കുക. അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ മറുപടി, ഇതൊക്കെ എൻ്റെ ചെറിയ കാലം മുതൽ ഞാൻ പാലിച്ചിട്ടുണ്ടെന്നാണ് പറയുക. ഒരു നല്ല ഭക്തനായ മനുഷ്യനാണ്. ദൈവം തൻ്റെ ഭക്തരും മക്കളും പാലിക്കണം, പാലിച്ച് ജീവിക്കണം എന്നാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മോശ മുഖാന്തരം, നേതാക്കന്മാരും പ്രവാചകന്മാരും മുഖാന്തരം അതാത് കാലത്ത് നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ തിരിച്ചറിയുവാനുള്ള പ്രാപ്തി നേടുകയും അത്തരമൊരു വിവേകം സമ്പാദിക്കുകയും അതൊക്കെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തു പോരുന്ന ഈ ഒരു മനുഷ്യന് യേശുവിൻ്റെ അടുത്തെത്തി ചോദിക്കാനായിട്ടുള്ളൊരു സംശയമോ അന്വേഷണമോ എന്തായിരുന്നു? നിത്യജീവനെ പ്രാപിപ്പാനായിട്ട് ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ഓർക്കണം, നിത്യജീവൻ കിട്ടുവാനായിട്ട് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പാലിച്ചു വരുന്ന ഈ പ്രമാണങ്ങൾ, ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഒടുവിൽ ഒരു നിത്യജീവനെ നേടിത്തരുന്നതിന് എന്നെ സഹായിക്കും എന്നൊരു ഉറപ്പ് എവിടെയോ നഷ്ടപ്പെട്ട ഒരുവനാ അല്ലേ? അത് എനിക്ക് തോന്നുന്നു അവനവൻ്റെ ശ്രേഷ്ഠമായ വിശ്വാസത്തിനകത്ത് നിന്ന് വ്യതിചലിച്ച് ഓടുന്ന അനേക ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സംഭവിക്കുന്നത് ഓരോരുത്തരും നിൽക്കുന്നതിനകത്ത് ഒരു തൃപ്തി കണ്ടെത്താനായിട്ട് പറ്റാതെ പോകുന്നതും അതിനകത്ത് അവർക്കൊരു അർത്ഥമോ ആഴമോ ഉറപ്പോ കിട്ടാതെയും കണ്ടെത്താൻ പറ്റാതെയും പോകുന്നതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ചെറുപ്പം മുതൽ ദൈവം കൊടുത്ത പ്രമാണങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുള്ള ഒരുവനും ഒരു നിർണായക നേരത്തൊരു സംശയമോ സന്ദേഹമോ തോന്നുകയാണ്, ഇതൊക്കെ ഒരു നിത്യതയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമോ? അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെ സമീപിക്കുന്നത്. എന്തായാലും ഒരു നല്ല മനുഷ്യനും നല്ല അന്വേഷണവുമാണ് അല്ലേ? നമ്മളിലൊന്നും അത് കൃത്യമായിട്ടും കുറേയും കൂടി ആത്മാർത്ഥമായിട്ടും വേരിറങ്ങിയിട്ടുമില്ല. പുറമേയുള്ള കുറേ കാര്യങ്ങളൊക്കെ തൃപ്തികരമായ വിധത്തിൽ ചെയ്ത് നമ്മളങ്ങ് പോവുകയാണ്. എന്നാൽ നിത്യജീവനെക്കുറിച്ചുള്ള ഒരു വ്യാകുലത നമ്മളെ ഇതുവരെയും ആഴമായി ഭാരപ്പെടുത്തിയിട്ടില്ല. ഈ ചെറുപ്പക്കാരനായി മനുഷ്യനോട് യേശു പറയുകയാണ്, ഇതൊക്കെ നീ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുക, പക്ഷെ ഒരു കുറവ് നിനക്കുണ്ട്, നിൻ്റെ സമ്പത്താണ്, നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി കാര്യങ്ങൾ കുറേ കൂടി ഗൗരവമാവുകയാണ്. വല്ലാത്തൊരു പ്രതീക്ഷയോട് ഉത്സാഹത്തോടൊക്കെ നിത്യജീവനെ സമ്പാദിപ്പാനായിട്ടുള്ള ഒരു എളുപ്പവഴി കണ്ടെത്താനായിട്ട് ഓടി വന്ന ഒരുവനോട് യേശു പറയുകയാണ്, കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ പാലിച്ചു പോന്നിട്ടും എനിക്ക് ഈ കാര്യത്തിലൊരു തൃപ്തിയോ ഉറപ്പോ ഇല്ല, ഒരു ആത്മവിശ്വാസമോ ഇല്ല എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, നിൻ്റെ സമ്പത്താണ് നിൻ്റെ പ്രശ്നം, നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ജീവിതത്തിൻ്റെ ഈ ഫോക്കസ്, ഓരോരുത്തരുടെയും നോട്ടവും ലക്ഷ്യമൊക്കെ എങ്ങോട്ടാണ്? നമ്മളെ മാറി നിന്ന് ഒരാൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം നല്ല ഭക്തർ തന്നെയാണ്. ഫുൾ മാർക്ക് കിട്ടുന്നില്ലെങ്കിലും ന്യായമായ അർഹമായ വിധത്തിലൊരു ഉയർന്ന സ്ഥാനം ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അത് പുറമേയുള്ള മറ്റൊരാളുടെ പുറമേയുള്ള നോട്ടത്തിൽ മാത്രമാണ്. അകമറിയുന്ന ഒരു യേശുവിനെ നമുക്ക് സുവിശേഷത്തിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്.
ഓരോരുത്തരുടെയും പിറുപിറുപ്പ് കൃത്യമായിട്ട് പിടുത്തം കിട്ടുന്ന, ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യേശുവിനെ നമ്മൾ സുവിശേഷത്തിനകത്ത് കൃത്യമായിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ടാണ് യേശു പറയുന്നത് നിൻ്റെ കുറവ് നിൻ്റെ സമ്പത്താണ്. അപ്പോൾ ജീവിതത്തിൽ നീ ഈ കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിച്ചു എന്നുള്ളത് ജീവിതത്തിൻ്റെ വെളിയിൽ മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. അത് ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവാം, നിൻ്റെ ഒപ്പമുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവാം, നീ കൂടുന്ന ഇടവക പള്ളിക്കും സമുദായത്തിനും ഒക്കെ തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ നിൻ്റെ ജീവിതത്തിനകത്തേക്ക് ഇതൊന്നും പ്രവേശിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു വലിയ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. ഈ അലട്ടലുണ്ടാകുന്നത് തന്നെ വലിയൊരു നേട്ടമാണ് കേട്ടോ. ഈ മാതിരി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നൊരു സമൂഹത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് യേശുവിൻ്റെ അടുത്തെത്തി ഇങ്ങനെയൊന്ന് ചോദിക്കാൻ പോലും സാധിച്ചതും പറ്റിയതും അല്ലേ? ബാക്കി എല്ലാവരും ഇതിൻ്റെ പോലും ആവശ്യമില്ല, നിത്യജീവൻ ഉറപ്പാണെന്നുള്ള ധാരണയിൽ പോവുകയാണ്. അപ്പോൾ കൽപ്പനകൾ പാലിക്കുക, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു പടി മാത്രമാണ്. ആത്മീയത അവിടെ നിന്നും കുറച്ചും കൂടി മുമ്പോട്ട് പോകണ്ടേ? സ്പിരിച്വാലിറ്റി അത് യേശുവിനോടൊത്തുള്ള ഇവിടെയാണ് പരിശുദ്ധ മറിയം നമ്മൾക്ക് വലിയൊരു പ്രകാശമായിട്ട് മുമ്പിലുള്ളത്. ആ അമ്മ മറിയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ മാസത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം, ആ ഒരു ശൂനോയോ നോമ്പ്, ശൂനോയോ പെരുന്നാൾ, ഒരു 15 ദിവസക്കാലം വേറിട്ട് കിട്ടുമ്പോൾ കുറേയും കൂടി പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയുടെ മുമ്പാകെ ഓരോരുത്തരും അവനവൻ്റെ ഭവനത്തെയും ഒക്കെ ഒന്ന് സമർപ്പിക്കണം. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി, കുറച്ചും കൂടി ഒരു വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട്. വിളിക്കപ്പെട്ട ഓരോരുത്തരും വല്ലാത്ത ഗർത്തങ്ങളിലേക്ക് വീണു പോകുന്ന ഒരു കാലത്ത് ഒരു യേശു തൻ്റെ മകളെന്നും മകനെന്നും വിളിച്ച് വേർതിരിച്ച നാം ഓരോരുത്തരും ആ വിളിയെ തിരിച്ചറിയുവാനായിട്ട്, ആ വിളിക്കപ്പെട്ട വിളിക്കനുസരിച്ച് സൽഫലങ്ങളെ പുറപ്പെടുവിക്കുവാനായിട്ട് പ്രാപ്തിയുള്ളവരാണ്. നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് വിളിച്ചവനെ നിരാശപ്പെടുത്താതെ, ആ യേശുവിനെ ഇനിയും സങ്കടപ്പെടുത്താതെ, നമുക്കാവും വിധം നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെ പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവനവൻ്റെ ജീവിതത്തിലെ ആ കുറവുകളെയും പോരായ്മകളെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ സ്വയം ഒന്ന് സന്നദ്ധരാവണം. അതിനുവേണ്ടി കുറച്ചൊന്ന് അന്വേഷിക്കണം. ഇതിങ്ങനെ വെറുതെ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദത്തിൻ്റെ പേരല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ യേശു എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഈ പരിശുദ്ധ അമ്മ മറിയം തന്നെ ഏറ്റെടുത്ത സഹനം എത്രയോ വലുതായിരുന്നു. നമുക്കൊക്കെ വെറുതെ ഒരു തോന്നലുണ്ടാവാം, ഇങ്ങനെ വലിയൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തതാണ് മടിത്തട്ടിലേക്ക്, അമ്മയുടെ ഹൃദയത്തിലേക്ക്. അത് വലിയൊരു എന്താ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ 4-5 കാരുണ്യ ലോട്ടറി ഒരുമിച്ചടിച്ച മാതിരിയാണ് കാര്യങ്ങൾ. വഴി കിടന്ന് കിട്ടിയ ലോട്ടറി അടിച്ച മാതിരി. പക്ഷെ അതിനുവേണ്ടി ആ അമ്മ ജീവിതത്തെ തന്നെ ശരിക്കും പറഞ്ഞാൽ വിലയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രമാത്രം സന്തോഷത്തിൻ്റെ നേരത്ത് പോലും അമ്മയുടെ പ്രതികരണം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അവിടുത്തെ ദാസിയാണ്, അവിടുത്തെ താല്പര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഓർക്കണം, ദൈവത്തെ മകനായിട്ട് കിട്ടിയ ഒരു സന്തോഷത്തിൻ്റെ നിർവൃതി പോലും അമ്മ എന്തുമാത്രം പക്വതയാണ് പ്രകടിപ്പിക്കുന്നത്. എന്തൊരു വലിയ മാതൃകയാണ് ലോകത്തിന് നൽകുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആ സ്നേഹവും വിനയവും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് വെറുതെ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന മനുഷ്യരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഈ ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥരാണ് തങ്ങളെന്ന് ആരെയെ തോന്നിപ്പിക്കുവാനായിട്ടുള്ള ചില ചലനങ്ങൾ കണ്ടെത്താൻ പറ്റും അല്ലേ? ഒന്ന് ചിരിക്കുവാനും നേരാമണ്ണം ഒന്ന് മിണ്ടാനും പറ്റാത്ത വിധത്തിൽ വാക്കുകൾ പോലും ഉപയോഗിക്കുന്നതിനകത്തെ കൃത്രിമത്വമൊക്കെ നമ്മളിങ്ങനെ തൊട്ടടുത്ത് നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹൃദ്യമായിട്ടൊന്ന് ചിരിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന് മീതെ വളർന്നു നിൽക്കുന്നൊരു സമയത്ത് യേശുവാകുന്ന ദൈവത്തെ, യേശുവാകുന്ന ദൈവപുത്രനെ മകനായിട്ട് കിട്ടിയ അമ്മയുടെ ജീവിതം നമ്മളിനി കാണാതെ പോകരുത്. ഓഗസ്റ്റ് മാസവും അത് വാങ്ങിപ്പ് പെരുന്നാളാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിലേക്ക് വരുമ്പോൾ ജനനവുമായി ബന്ധപ്പെട്ട അമ്മയുടെ പെരുന്നാൾ കടന്നു വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വർഷക്കാലത്തെ ഈ 2 മാസങ്ങൾ എന്തുമാത്രം വാഴ്ത്തപ്പെട്ട മാസങ്ങളാണ്. ആ ദിവസങ്ങളെ
യേശുവിൻ്റെ ഭക്തർ ഓരോരുത്തരും കുറേ കൂടി ആദരവോട് ഒരുക്കത്തോടു കൂടി ഓരോ ദിവസത്തെയും പരിപാലിക്കേണ്ടതാണ്. കുറേ കൂടി സുവിശേഷം വായിക്കാനായിട്ട് സമയം കണ്ടെത്തുക. ആ വായിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് അതിന് മീതെ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നുള്ള ഒരു അന്വേഷണമോ, ചെയ്യാനാകുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമോ എങ്കിലും രൂപപ്പെടുത്തുക. യേശുവിനെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്, യേശുവിനെക്കുറിച്ച് കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ മാത്രമല്ല, ഒരു റിഫ്ലക്ഷൻ പോലും, പ്രതിഫലനം പോലും ഉണ്ടാകുന്നില്ല എന്നെങ്കിലും ഓർത്ത് സങ്കടപ്പെടുക. അതിന് പരിഹാരമെന്നും തിരുത്തുമെന്ന നിലയിൽ പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ വിലയേറിയ മധ്യസ്ഥതയിൽ ദിവസങ്ങളൊന്ന് ഭയപ്പെടുക. പറഞ്ഞു വരിക, ജീവിതത്തിൻ്റെ കുറവുകൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ ശ്രദ്ധ, താല്പര്യം, നമ്മുടെ ഹൃദയം എവിടെ നമ്മൾ അർപ്പിച്ചിരിക്കുന്നോ അത്തരം ചില കാര്യങ്ങളൊന്നും യേശുവുമായിട്ട് ചേർന്ന് പോകുന്നതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭംഗിയും പോയില്ലേ. അത് തിരിച്ചറിയാനായിട്ടൊരു പക്ഷേ ജീവിത അന്ത്യത്തിൻ്റെ അവസാന നിമിഷം വരെ കാത്തു നിൽക്കേണ്ടി വരും, നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അവിടെയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥ നമ്മളെ കുറേ കൂടി ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രകാശ സാധ്യതയുള്ള വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഇവിടെ നിത്യജീവനെ സ്നേഹിപ്പാനായിട്ടുള്ളൊരു വിവേകം ഒരാൾക്കുണ്ടാവുന്നു എന്നുള്ളതിൽ നമുക്കും സന്തോഷിക്കാം. നമുക്ക് പോലും ഇല്ല, ഒരു 100 വയസ്സത്തെ ഒരാൾക്ക് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു ലോക ജീവിതത്തിൻ്റെ അവസാനത്ത എത്തിയെന്നും വലിയ നാളുകളോ ദിവസങ്ങളോ കൂടാതെ ഈ ജീവൻ ആത്മാവും വേർപെടുമെന്നും ദൈവസന്നിധിയിൽ ഒരു സ്വസ്ഥതയുടെ അവസ്ഥ ഉണ്ടാകുമോ അറിയില്ല. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, മരണാനന്തര ജീവിതത്തെ വല്ലാത്ത പ്രത്യാശയോടെ നോക്കി കാണുന്നവരാണ്. ഒരു നിത്യതയുടെ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഒരു മോക്ഷത്തിൻ്റെ ജീവിതം അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ തന്നെ ഈ മരണശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മരണത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നുവെന്ന്. അത് ഓരോ ആളുകളും ചിന്തിക്കണം. ഒരു 100-നോടടുത്ത ആളുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന ഏതൊരാൾക്കും ചിന്തിക്കാൻ പറ്റണം, മരണശേഷം യേശു സന്നദ്ധിയിലൊരു ജീവിതമുണ്ട്. ആ സ്ഥിതിക്ക് ഈ മരണത്തിന് മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നോ? അതെങ്ങനെയായിരുന്നു? ആ ജീവിതത്തെ ഏത് സന്ദർഭത്തിലും ഏത് സ്ഥലത്തു നിന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ജീവിതമാണോ? അല്ല, അത് വല്ലാത്ത ഇരുട്ട് പിടിച്ച നിഗൂഢമായ ഒരു ഒളിച്ചുകളി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നോ? എത്ര കാലം നമ്മൾ ഈ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോയി? ഈ മരണശേഷം വലിയ എന്താ പറയുക, ദൈവസന്നിധിയിലെ സൗഭാഗ്യം നിറഞ്ഞ സ്വസ്ഥത നിറഞ്ഞൊരു ജീവിതം ആഗ്രഹിക്കുവാനായിട്ട് എന്ത് ധാർമ്മിക അവകാശമുണ്ട് ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ വിലയേറിയ മധ്യസ്ഥതയാൽ ഒരു യേശുവിൻ്റെ സ്നേഹാനുഭവത്തിൽ തുറന്ന് ജീവിപ്പാനായിട്ട് എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ജീവിതത്തിൻ്റെ ഭാരപ്പെടുത്തുന്ന ചെറുതും വലുതുമായ അനേക ആവശ്യങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ യേശു ജാഗ്രതയിൽ ജീവിപ്പാനായിട്ട്, യേശു ബോധത്തിൽ ജീവിപ്പാനായിട്ട് എന്നെ ഒന്ന് ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. ആ പ്രാർത്ഥനയാണ് സത്യത്തിൽ പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. ഇവിടെ എന്ത് സംഭവിച്ചു? നിനക്കൊരു കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ കുറേയും കൂടി ഭാഗ്യവാനാണ്, അയാൾക്കൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഞാനോ ഒരുപക്ഷെ നിങ്ങളൊക്കെ യേശു സന്നിധിയിൽ ഇത്തരത്തിലൊന്ന് ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അനേക കുറവുകളുണ്ടെന്ന് പറഞ്ഞ് ഒരായുസ് മുഴുവൻ അധ്വാനിച്ചാൽ പോലും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ നമ്മൾ ഓരോ ഇടങ്ങളിലും കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് ഒരുപക്ഷെ യേശു നമ്മളെ ഓർമ്മപ്പെടുത്തിയേനെ. ഇവിടെ പറയുന്നു, നിൻ്റെ സമ്പത്താണ്, അത് നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. അവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നൊരു വചനം എന്തെന്ന് ചോദിച്ചാൽ, ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. അപ്പോൾ അവൻ ഇക്കാലം വരെ ഒരു ദൈവഭക്തനായിട്ട് ജീവിച്ചു, അത് പുറമേ മാത്രമായിരുന്നു. അകമത്തരമൊരു അതിന് ആനുപാതികമായ വിധത്തിൽ അവനൊരു നല്ല ജീവിതം നയിച്ചവനായിരുന്നില്ല. കൃത്യമായ അവൻ്റെ കുറവ് അവന് ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ട് പോലും അവനൊരു സന്തോഷമല്ല ഉണ്ടാവുന്നത്.
ലജ്ജയല്ല ഉണ്ടാവുന്നത്, മറിച്ച് തിരിച്ചറിഞ്ഞത് സത്യമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അതവന് ഉപേക്ഷിച്ച് കളയേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് അതിലുള്ള ഒരു നഷ്ടബോധമാണ് അവനെ സംബന്ധിച്ച് അവിടെ ഒരു വ്യസനമായിട്ട് മാറിയത്. അവൻ മടങ്ങിപ്പോയെന്നാണ് പറയുക. യേശുവിലെത്തിയിട്ടും പറയത്തക്ക വിധത്തിൽ രക്ഷപ്പെടാതെ പോയ കുറച്ചാളുകളിൽ ഒരാളാണ് അക്കാലത്തെ. എനിക്ക് തോന്നുന്നു ഇക്കാലത്ത് ഒരുപാട് ആളുകളാണ് യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ടും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിപ്പാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടും അതൊരു വലിയ വിളിയാണത്. യേശു ഭക്തൻ എന്നുള്ള നില മാത്രം, എനിക്കൊന്ന് ആ ബേസിക് യൂണിറ്റ് എടുത്താൽ മതി. അതിന് മീതെ ഓരോരുത്തർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നമുക്ക് വിട്ടുകളയാം. ഒരു യേശു ഭക്തനാണ്, യേശുവിൻ്റെ മകനും മകളുമാണെന്നുള്ള പരിശുദ്ധ സഭയുടെ വിശുദ്ധ കൂദാശകളിലൊന്നായ മാമോദീസായിലൂടെ ഓരോരുത്തർക്കും ലഭിക്കുന്ന വലിയൊരു വിളിയില്ലേ? ആ വിളിക്കനുസരിച്ച് ജീവിപ്പാനായിട്ട് ഇതുവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചോ എന്ന് അന്വേഷിക്കാനായിട്ടെങ്കിലും നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. കുറച്ചു കാലം കൂടിയോ നാളുകൾ കൂടിയോ ഇനി ബാക്കിയുള്ളൂ, അതെങ്കിലും കുറെ കൂടി ഭംഗിയാക്കാനായിട്ട് കൂടി ഒരു ശ്രമം ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണ്ടേ? അപ്പോൾ ആ കുറവുകളെ തിരിച്ചറിയുമ്പോൾ അത് ഉപേക്ഷിക്കുവാനായിട്ട് പറ്റാത്തതിൻ്റെ ആ ഒരു വ്യസനത്തിൽ, അത് ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള ബോധത്തിൽ യേശുവിനെ വിട്ടിട്ടും തിരികെ പോവുകയാണ്. അവനെ സംബന്ധിച്ച് ഇനി നിത്യജീവൻ അവനൊരു പ്രശ്നമേ അല്ലാതായി. ഈ ഭൂമിയിലെ എന്താ പറയുക, ബാക്കി ജീവിതത്തിനകത്ത് ഞാനൊരു നിത്യജീവൻ്റെ സുഖം ആസ്വദിക്കാൻ പോവുകയാണ്, അതിനപ്പുറത്തിന് എനിക്കൊന്നും വേണ്ട. അങ്ങനെ അവൻ അത്തരം ഒരു വെല്ലുവിളിയിൽ മടങ്ങിപ്പോവുകയാണ്. വീണ്ടും എപ്പോഴെങ്കിലും ഒരു മാറ്റം വരുമെന്നറിയില്ല. പക്ഷേ യേശു ഇവിടെ അയാളോട് പറയുന്നത് അവൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. ഭൂമിയിൽ നമ്മളുടെ എല്ലാ സമ്പാദ്യങ്ങളെയും സ്വപ്നങ്ങളെയും മോഹങ്ങളെയും എല്ലാം നമ്മൾ ഒന്നുകൂടി ഒന്ന് പുനഃപരിശോധിക്കുവാനായിട്ട് ഈ വേദഭാഗം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വേദഭാഗമാണ് നമ്മൾ ചിന്തിച്ചതെങ്കിൽ തൊട്ടടുത്ത അധ്യായം ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു ധനികനായ മനുഷ്യനെക്കുറിച്ച് പരാമർശമുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത കൂടിയവരിൽ ചിന്തിക്കാവുന്നതാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. യേശു അവബോധം കുറേ കൂടി നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനകത്തൊരു ജാഗ്രത നൽകുന്നുണ്ട്. ഈ ജാഗ്രതയാവട്ടെ ആ യേശുവിന് എന്നെ നിങ്ങളെയും കുറച്ചും കൂടി വിശ്വാസത്തിൽ എടുക്കാവുന്ന വിധത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. യേശുവിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് മാത്രം പറഞ്ഞിനി നമ്മൾ ഭക്തജീവിതം നയിക്കാതെ ആ യേശുവിന് എന്നെയും വിശ്വാസമാണെന്ന് പറയാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിയേ മതിയാവും. ഞാൻ അവിടുത്തെ ദാസിയാണ്, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ഹിതങ്ങൾ എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ മറിയത്തോടൊപ്പം പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. ഒപ്പം കുറവുകൾ അവൻ വെളിപ്പെടുത്തി തരുമ്പോൾ ആ കുറവുകൾ ഓർത്ത് നമുക്ക് ഒരു പാപബോധം ഉണ്ടാകാനായിട്ട്, ഒരു പശ്ചാത്താപം ഉണ്ടാകാനായിട്ട്, അതൊരു വിശുദ്ധ ഉപസാരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെ എത്തിക്കുവാനായിട്ട് കൂടി നമുക്ക് പ്രാർത്ഥിക്കണം. ഒപ്പം ഈ കുറവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട്. ഇവിടെ ഈ ചെറുപ്പക്കാരനോട് പ്രായശ്ചിത്തമായിട്ട് യേശു പറയുന്നത് നിൻ്റെ സമ്പത്ത് മുഴുവൻ ത്യജിച്ചു കളയാനാണ്. അതാണ് യേശുവിൻ്റെ പൊതുവായ മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ ഈ സമ്പത്തില്ലാതെ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രായോഗിക പ്രശ്നവും കൂടി മുമ്പോട്ട് കടന്നു വരുന്നുണ്ട്. അതിനുകൂടി നമുക്ക് നമ്മുടെ ഈ ആത്മീയ വിചാര ഈ മേശയിൽ ഒരു ഉത്തരം കണ്ടെത്തിയേ മതിയാവും. അതുകൊണ്ട് തന്നെ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അടുത്ത അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്ന ആ സക്കായുമായി ബന്ധപ്പെട്ട സംഭവം നമ്മളെ സഹായിക്കും. അത് അടുത്ത വിചാരത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഒരു യേശു ജാഗ്രതയും അവബോധവും ഈ വൈകിയ വേളയെങ്കിലും നമ്മൾ മുറുകെ പിടിച്ചേ മതിയാവും. അത് ഒരു സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന നിലയിൽ ഒരു വ്യക്തി, ഒരു ഭക്തൻ വീണുപോകാതിരിക്കുന്നത് മുതൽ എല്ലാ അർത്ഥത്തിലും ഒരു ആത്മീയ അഭിഷേകം നിലനിൽക്കുവാനായിട്ട്, ആ ചൈതന്യം കുറേ കൂടി പ്രകാശപൂരിതമാവാനായിട്ട് ഓരോരുത്തരും ഒരുമിച്ച് പരിശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. ആയതിന് പരിശുദ്ധ ദൈവമാതാവ് മാതാവിൻ്റെ സന്നിധിയിലെ വിലയേറിയ മധ്യസ്ഥതയും
എന്നെ നിങ്ങളെയും എപ്പോഴും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ആമേൻ.